ഹലോ ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളി ഒരു മിസ്റ്ററി ബൊക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. ആദ്യം ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് എടുത്തിട്ട് അതിൻ്റെ കോർണേഴ്സ് ആയിട്ടുള്ള മാർജിൻ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ കട്ട് ചെയ്യുന്നത് സ്കെയിൽ കൊണ്ടാണ്. നിങ്ങൾക്ക് കത്രികയേറ്റോ എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു കളർ A4 ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഒരു പേഴ്സ് അങ്ങനത്തെ ഒരു രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ 3 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇങ്ങനത്തെ ഒരു സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തു. എന്നിട്ടത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നല്ലോണം ഞാൻ അമർത്തി കൊടുത്ത് അത് സെറ്റാക്കുക. എന്നിട്ട് ഇതേപോലെ തിരിച്ച് പിടിച്ചതിന് ശേഷം അതിൻ്റെ പകുതി ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി അങ്ങനെ മടക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ഭാഗങ്ങൾ ഇങ്ങനെ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളത് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ 2 ഭാഗങ്ങളുണ്ടാവും. അതും ആ 2 പീസസും ഇതേപോലെ ഒന്ന് മടക്കി സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് അവിടെയും കൂടി ഒന്ന് പശ തേച്ച് സംഭവം അങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇത്ര സിമ്പിളാണ് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ ഉണ്ടാക്കാൻ. ഈ മിസ്റ്ററി ബൊക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്താണെന്ന് അറിയില്ല, എന്നാൽ അതിലെന്തെങ്കിലും ഒരു സർപ്രൈസും ഉണ്ടാകും. അങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു ബൊക്കറ്റ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പശ വെച്ച് ഒട്ടിച്ചു. ഇത് കളർ A4 ആയതുകൊണ്ട് ഒട്ടാൻ ഒരു ഇത്തിരി പണിയുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അതിലെന്തെങ്കിലും വെക്കണമല്ലോ. അപ്പോൾ ഞാനൊരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ടൊരു സ്കെച്ച് എടുത്തിട്ട് നമ്മൾ ബർത്ത്ഡേക്ക് കൊടുക്കുകയാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ വേറെ എന്തെങ്കിലും സംഭവത്തിന് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് അതിന് ആയിട്ടുള്ള ഒരു വിഷാണ് നമ്മൾ ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ ഞാനിതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ സ്വീറ്റ്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. കവായി സ്റ്റിക്കേഴ്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. ഞാനിപ്പോൾ ഇതൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നുള്ളൂ. ഞാനിപ്പോൾ സ്വീറ്റ്സ് ഒന്നും വെക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഓരോ സെൻറ്റൻസ് ഓരോ ലെറ്റേഴ്സായിട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പല ഐറ്റംസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ അങ്ങോട്ട് ഇറക്കണ്ട. അപ്പോൾ നമ്മൾ കുഞ്ഞിതായതുകൊണ്ട് എടുക്കാൻ ചെറിയ പണി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3 ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കളർ A4 ആണ് കേട്ടോ. അതിങ്ങനെ വെട്ടി വെച്ചതിന് ശേഷം പലതും എഴുതി എന്നിട്ട് ഇങ്ങനെ മടക്കിയതിന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുത്തു. ഇപ്പോൾ 4 സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിൽ ഒരു ചെറിയ ഡിസൈനാണ് ചെയ്യണം. നമ്മളൊരു പാറ്റേൺ പേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതേ ഡിസൈനാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ തലയിലൊക്കെ വയ്ക്കുന്നില്ല ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ളും അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഇതിന് പകരം നിങ്ങൾക്ക് പാറ്റേൺ പേപ്പർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ. ഞാൻ ജസ്റ്റ് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമുക്ക് സ്കെച്ച് ഉണ്ടാവും, അതേപോലെ തന്നെ പേപ്പറും ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതേപോലെ നമ്മളൊരു ഐസ്ക്രീമിനൊക്കെ വേണ്ടി ഇങ്ങനെ മടക്കിയെടുക്കില്ല, അതേപോലെ അങ്ങ് മടക്കിയെടുക്കുക. ഇതിന് ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിക്കണം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. എന്നിട്ട് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാനും മടുത്തു, നിങ്ങളും മടുത്തു ഇതൊക്കെ കണ്ടിട്ട്. എന്തായാലും നമുക്കിതിങ്ങനെ ഓരോ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എല്ലായിടത്തും ഒട്ടിച്ചു. ഇനി നമുക്ക് ആ ഒരു മിസ്റ്ററി ലെറ്റേഴ്സ് എഴുതിയ ഒരു സംഭവം ഇല്ലേ, അതാണ് ഇനി വെച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് 4 അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുരുക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു റിബൺ ഇട്ട് അവിടെ കെട്ടാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റിബൺ എന്ന് വെച്ചാൽ സാധാ റിബൺ ആയിരുന്നില്ല, കുറച്ച് കട്ടിയുള്ള ഒരു ഐറ്റം റിബണാണ്. അത് റിബണാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കട്ടിയുള്ള ഐറ്റം സാധനമായിരുന്നു. വീട്ടിൽ കണ്ടപ്പോൾ അതൊന്ന് എടുത്താണ് കേട്ടോ. അപ്പോൾ അത് ഈ സൈഡിലെടുത്ത് ഇങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചാണ്. എന്തായാലും കെട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഇത്രയേ ഉള്ളൂ. ഇനിയും ഒരുപാട് ക്രാഫ്റ്റ് വ്ലോഗൊക്കെ അൺലോഡ് ആവും. ഇപ്പോൾ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് ഇനി വീഡിയോയിലൊക്കെ ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെക്കേഷൻ ക്രാഫ്റ്റൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാം. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മളെ മിസ്റ്ററി ബൊക്കറ്റ്. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ആരും മറക്കണ്ട, ഇപ്പം തന്നെ ചെയ്യാം. ബൈ ബൈ.